സകല മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാവണം, എല്ലാ ജനങ്ങളുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകണം. വികസനത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ചോദിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് പിണറായി വിജയൻ പറഞ്ഞൊരു ഉത്തരമാണ്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ പോലും മനസ്സിൽ വികസനം എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങൾ വരണം, അല്ലെങ്കിൽ ടാറ്റയോ അദാനിയോ ഇവിടെ ഫാക്ടറി ആരംഭിക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവുക. ആ കാഴ്ചപ്പാടിൽ നിന്ന് പിണറായി വിജയൻ കൊടുത്ത കുറച്ച് അഭിമുഖങ്ങളുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. എന്ത് ഷാർപ്പായിട്ടാണ്, എന്ത് ക്ലാരിറ്റിയോടാണ് അദ്ദേഹം കേരളത്തിനെ കുറിച്ചും കേരളം എവിടെ എത്തണം എന്നുള്ളതിനെ കുറിച്ചും സംസാരിക്കുന്നതെന്ന് നോക്കുക. വളരെ ഒബ്ജക്റ്റീവായിട്ട് നിങ്ങളതിനെ സമീപിച്ച് നോക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം പറയാണ്, നമുക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ സ്റ്റേറ്റിനെ നിക്ഷേപ സൗഹൃദമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു പണിയായിരുന്നില്ല. ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റ് വിളിച്ചു, അവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അതിനനുസരിച്ചിട്ട് പരിഹാരങ്ങൾ ഉണ്ടായി. 10ഓളം ചട്ടക്കൂടുകൾ ഭേദഗതി ചെയ്തു. വ്യവസായ വകുപ്പും മറ്റു വകുപ്പുകളും തമ്മിലുള്ള കോർഡിനേഷൻ എളുപ്പമാക്കി. അതുപോലെ തന്നെ ഒരു അപേക്ഷ വന്നാൽ ഇത്ര ദിവസത്തിനുള്ളിൽ പരിഹരിക്കണം എന്നുള്ളത് ഒരു നിയമമാക്കി മാറ്റി. എന്തുണ്ടായി? സർക്കാർ തുടർന്ന് വന്നപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമുക്ക് വലിയ നിക്ഷേപങ്ങൾ ഉണ്ടായി. 2.5 ലക്ഷം കോടി രൂപ ആദ്യഘട്ടത്തിൽ, 1.25 ലക്ഷം കോടി രൂപ അടുത്ത ഘട്ടത്തിൽ. അങ്ങനെ കേരളം നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാമതായി. അതും തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ. അപ്പോൾ അതേ പിണറായി വിജയന്റെ വികസന കാഴ്ചപ്പാടാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഒരുപാട് നിവേദനങ്ങൾ വന്നു, അതിൽ വീടില്ലാതെ മരിച്ചു പോകുന്ന ആൾക്കാർ, വീടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസേൺ. 5 ലക്ഷത്തിലധികം വീടുകൾ കേരളത്തിലുണ്ടായി ലൈഫ് പദ്ധതി. അതിദരിദ്രരില്ലാണ്ടായി. നമ്മൾ ഇമോഷണലി സംസാരിക്കുന്ന പോലെയല്ല സ്റ്റേറ്റ് അതിദരിദ്രരെ കണക്കാക്കുന്ന. അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളും സൂചനകളും ഉണ്ട്. അത് വെച്ചിട്ട് ഇത്ര 1000 കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിലുണ്ട്. അവർ അവസാനത്തെ കുടുംബവും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടണം എന്നുള്ളത് അതൊരു വികസന കാഴ്ചപ്പാടാണ്. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, നമ്മളിനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതിലാണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. നമ്മുടെ കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവകലാശാലകൾ ഇവിടെ ഉണ്ടാവണം. ഹോസ്റ്റലുകൾ മികച്ചതാക്കി, നമ്മൾ റിസർച്ചിന് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ലൈബ്രറികൾ ഉണ്ടാക്കി. ആ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാവണം എന്നുള്ളതിനാണ് നമ്മൾ ഈ നിക്ഷേപങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതേ പിണറായി വിജയൻ പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് നമ്മുടെ മത്സ്യസമ്പത്ത്, നമ്മൾ മീൻ സംസ്കരിച്ച് ഉപയോഗിക്കണം, കയറ്റുമതി ചെയ്യണം എന്നുള്ളൊരു സാധനത്തിന് നമ്മൾ ഇതുവരെ അത്രയും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് രാജ്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷിക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവണം, നമ്മുടെ കൈത്തറി തൊഴിലാളികൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം. നോക്കൂ, സമസ്ത മേഖലകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിഷനുള്ള ഒരു നേതാവ്, കൃത്യമായ ഒബ്സർവേഷനുള്ള നേതാവ്, കൃത്യമായ പ്ലാനുള്ള ഒരു നേതാവ്. ആ നേതാവിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ അഭിമുഖത്തിലൊക്കെ കേട്ടത്. അതിന് പകരം വെക്കാൻ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ കണ്ടു നോക്കി, പക്ഷെ എവിടെയും എന്താവണം കേരളം എന്നുള്ളതിനെ കുറിച്ചൊരു വിഷൻ ഒരു പ്രതിപക്ഷ പാർട്ടിയും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്തുകൊണ്ട് ഭരണത്തിന് തുടർച്ച ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമല്ല. എനിക്ക് തുടർച്ച വേണ്ടത് ഈ വിഷനാണ്, എനിക്ക് തുടർച്ച വേണ്ടത് ഈ വികസനത്തിനാണ്. ആ വികസനത്തിന് തുടർച്ച ഉണ്ടാവും, ഈ വിഷന് തുടർച്ച ഉണ്ടാവും, ഇടതുപക്ഷം തുടരാം.